നമസ്കാരം. ഇന്ന് ദേശാഭിമാനി പത്രത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഒരു ലേഖനമുണ്ട്. ഈ ലേഖനം സത്യത്തിൽ എല്ലാവരും വായിക്കേണ്ട ഒരു ലേഖനം തന്നെയാണ്. മുഖ്യമന്ത്രി ദേശാഭിമാനിൽ എഴുതിയ ലേഖനമാണ് ഞാൻ ഇന്ന് പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കുന്നത്. അതിന്റെ തലക്കെട്ട് BJPക്ക് മണ്ണൊരുക്കുന്ന കോൺഗ്രസ് എന്നാണ്. ഇങ്ങനെയാണ് അത് തുടങ്ങുന്നത്. ഇന്ത്യൻ രാഷ്ട്രീയം ഒരു വഴിത്തിരിവിലാണ്. ദേശീയ പ്രസ്ഥാനത്തിന്റെ ആദർശങ്ങളും ഭരണഘടനാ മൂല്യങ്ങളും കനത്ത വെല്ലുവിളി നേരിടുകയാണ്. മതനിരപേക്ഷത രാജ്യത്തിന്റെ തന്നെ അനിവാര്യ ഘടകമാണ്. എന്നാൽ മതാധിഷ്ഠിത രാഷ്ട്രത്തിലേക്കുള്ള കാൽവയ്പുകളാണ് സംഘപരിവാർ നേതൃത്വത്തിൽ കേന്ദ്ര ഭരണാധികാരികൾ നടത്തുന്നത്. ഈ വിപത്ത് മുൻകൂട്ടി കാണാനും ആശയതലത്തിലും തെരഞ്ഞെടുപ്പുകളിലും നിയമവേദികളിലും മതനിരപേക്ഷത നേരിടുന്ന വെല്ലുവിളികളെ ചെറുത്തു നിൽക്കാനും ഇടതുപക്ഷം എപ്പോഴും മുൻനിരയിലുണ്ട്. ഡൽഹിയിൽ ബുൾഡോസറുകൾ ഉരുണ്ടപ്പോൾ തെരുവിൽ പ്രതിരോധിക്കാൻ ഞങ്ങളുണ്ടായിരുന്നു. പൗരത്വത്തിന് മതാടിസ്ഥാനം നൽകാനുള്ള നീക്കമുണ്ടായപ്പോൾ എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ച് ജനകീയ പ്രതിരോധം സംഘടിപ്പിക്കാനും സുപ്രീം കോടതിയിൽ നിയമ പോരാട്ടം നടത്താനും മുൻപന്തിയിൽ നിന്നത് ഇടതുപക്ഷമാണ്. കേന്ദ്രത്തെ മുട്ടുകുത്തിച്ച കർഷക സമരത്തിലും ഇടതുപക്ഷത്തിന്റെ നിറ സാന്നിധ്യമുണ്ടായിരുന്നു. ജമ്മു കശ്മീരിന്റെ സംസ്ഥാന പദവി വീണ്ടെടുക്കാനുള്ള നിയമയുദ്ധത്തിലും നേതൃപരമായ പങ്കുവഹിച്ചത് ഇടതുപക്ഷമാണ്. കോർപ്പറേറ്റ് ഹിന്ദുത്വ അജണ്ട നടപ്പാക്കുന്ന BJPക്ക് കള്ളപ്പണം സംഭാവന ചെയ്യുന്ന ഇലക്ട്രൽ ബോണ്ടിനെതിരെ സുപ്രീം കോടതിയിൽ വിജയകരമായ നിയമ പോരാട്ടം നടത്തിയതും ഇടതുപക്ഷം തന്നെ. നയങ്ങൾ തുറന്നുകാട്ടുന്നതിൽ, ജനവിരുദ്ധ നയങ്ങൾക്കെതിരായി ജനങ്ങളെ അണിനിരത്തുന്നതിൽ സുപ്രധാന പങ്കുവഹിച്ചത് ഇടതുപക്ഷമാണ്. ഈ പ്രതിരോധമാണ് കേന്ദ്ര സർക്കാരിനെതിരായി ജനങ്ങൾ ചിന്തിക്കുന്നതിലേക്ക് ഇടയാക്കിയത്. വസ്തുത ഇതായിരിക്കെ സംഘപരിവാറിനെ പ്രതിരോധിക്കാൻ അവർക്ക് മാത്രമേ കഴിയുകയുള്ളൂ കോൺഗ്രസ് അവകാശപ്പെടുന്നത്. എന്നാൽ എന്താണ് സത്യം? രാജസ്ഥാൻ, ഹരിയാന, പഞ്ചാബ്, ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര സംസ്ഥാനങ്ങളിൽ കേന്ദ്ര നയങ്ങൾക്കെതിരെ ഉയർന്ന കർഷക രോഷം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും പിന്നീട് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും ചെറുതല്ലാത്ത രീതിയിൽ BJPക്കെതിരെ പ്രതിഫലിച്ചു. എന്നിട്ടും അവിടങ്ങളിൽ BJPയെ അധികാരത്തിലെത്തിച്ചത് കോൺഗ്രസിന്റെ നയം തന്നെയാണ്. ഇല്ലാത്ത ശക്തി ഉണ്ടെന്ന് കാട്ടി മതനിരപേക്ഷ വോട്ടുകളുടെ ഏകീകരണത്തെ കോൺഗ്രസ് തടഞ്ഞു. അങ്ങനെ BJPയെ തോൽപ്പിക്കുന്നതിനായുള്ള ജനാഭിലാഷത്തെ തകർക്കുന്ന റോളാണ് കോൺഗ്രസ് ഏറ്റെടുത്തത്. BJPയെ ജയിപ്പിച്ചതിൽ പ്രധാന ഘടകമായത് മതനിരപേക്ഷ വോട്ടുകൾ ഭിന്നിപ്പിച്ച കോൺഗ്രസിന്റെ ശിഥിലീകരണ തന്ത്രമാണ്. BJPയെ എതിർക്കുന്ന മറ്റ് പ്രതിപക്ഷ പാർട്ടികളോട് കോൺഗ്രസ് സ്വീകരിക്കുന്നത് ധാർഷ്ട്യം നിറഞ്ഞ സമീപനമാണ്. അതിന്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് കഴിഞ്ഞ ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കണ്ടത്. 2015-ലും 2020-ലും കോൺഗ്രസിന് ഡൽഹിയിൽ ഒരു സീറ്റ് പോലും ലഭിച്ചില്ല. എന്നിട്ടും BJPക്കെതിരെ നിൽക്കുന്ന മുഖ്യ ശക്തികളായ ആം ആദ്മി പാർട്ടിയെ തോൽപ്പിക്കുന്നത് പ്രധാന ലക്ഷ്യമായി കോൺഗ്രസ് കണ്ടു. ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിയെ ജയിപ്പിക്കുന്നത് തങ്ങളുടെ ജോലിയല്ലെന്നാണ് അവരുടെ നേതാക്കൾ പറഞ്ഞത്. BJPയെ ജയിപ്പിക്കുന്നതാണ് ജോലി എന്നല്ലേ അവർ പറഞ്ഞതിന്റെ മറുവശം? ഡൽഹിയിൽ BJPക്ക് 48-ഉം ആം ആദ്മിക്ക് 22 സീറ്റുമാണ് ലഭിച്ചത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചില കണക്കുകൾ പരിശോധിച്ചാൽ കോൺഗ്രസിന്റെ നിലപാട് കൊണ്ട് മാത്രം BJP 14 സീറ്റ് നേടിയെന്ന് കാണാം. തിമാർപൂരിൽ BJPക്ക് കിട്ടിയ ഭൂരിപക്ഷം 1168 ആണ്. ഇവിടെ മൂന്നാം സ്ഥാനത്തെത്തിയ കോൺഗ്രസ് പിടിച്ചത് 8361 വോട്ട്. ഗ്രേറ്റർ കൈലാഷ് സീറ്റിൽ BJP വിജയിച്ചത് 3188 വോട്ടിനാണ്. മൂന്നാം സ്ഥാനത്തെത്തിയ കോൺഗ്രസിന് കിട്ടിയത് 6711. മെഹ്റോളിയിൽ BJP ജയിച്ചത് 1782 വോട്ടിനാണ്. ഇവിടെ കോൺഗ്രസിന് 9731 വോട്ട്. ഇവിടങ്ങളിലും മറ്റ് 11 സീറ്റിലും മൂന്നാം സ്ഥാനത്തെത്തിയ കോൺഗ്രസ് ആണ് BJPയുടെ വിജയത്തിന് കാരണം. BJPയാണ് ഏറ്റവും വലിയ വെല്ലുവിളി എന്ന രാഷ്ട്രീയ ബോധ്യത്തോടെ മതനിരപേക്ഷ ഐക്യത്തിന് വേണ്ടി അവർ നിലപാടെടുത്തിരുന്നുവെങ്കിൽ ചിത്രം മറ്റൊന്നും ആകുമായിരുന്നില്ലേ? രാജ്യ തലസ്ഥാനത്ത് മേധാവിത്വം ഉറപ്പിക്കാൻ BJPക്ക് അവസരമുണ്ടാക്കിയത് കോൺഗ്രസ് ആണ്. മതനിരപേക്ഷ ജനാധിപത്യ മൂല്യങ്ങൾ ഇത്ര വെല്ലുവിളികൾ നേരിടുമ്പോൾ അവർ ചെയ്തത് അക്ഷന്തവ്യമായ തെറ്റാണ്. ആം ആദ്മി പാർട്ടിയുമായി അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നാലും പരിഹരിച്ച് BJPയുടെ തോൽവി ഉറപ്പുവരുത്താനായിരുന്നു ശ്രമിക്കേണ്ടിയിരുന്നത്. തെറ്റായ ഈ സമീപനത്തിനെതിരെ ഇന്ത്യ കൂട്ടായ്മയുടെ ഭാഗമായ ഒമർ അബ്ദുള്ള, അഖിലേഷ് യാദവ് ഉൾപ്പെടെയുള്ള പല നേതാക്കളും പ്രതികരിച്ചു. മാസങ്ങൾക്ക് മുമ്പ് ഹരിയാനയിലും പ്രാദേശിക കക്ഷികളോട് ഇതേ സമീപനമാണ് കോൺഗ്രസ് സ്വീകരിച്ചത്. വാക്ക് ഒരു വഴിക്ക്, പ്രവൃത്തി മറ്റൊരു വഴിക്ക്. യഥാർത്ഥ മതനിരപേക്ഷ പാർട്ടിക്ക് കോൺഗ്രസിനെ വിശ്വസിക്കാനാകുമോ? മുസ്ലിം ലീഗിനെ പോലുള്ള പാർട്ടികൾ ആലോചിക്കട്ടെ. തങ്ങളാണ് BJPയെ തോൽപ്പിക്കാൻ പ്രാപ്തരായ പാർട്ടി എന്ന് കോൺഗ്രസ് കരുതുന്നുണ്ടെങ്കിൽ
ഈ സമീപനമാണോ സ്വീകരിക്കുക? ഭൂരിപക്ഷ വർഗീയത ഉയർത്തിപ്പിടിക്കുന്ന BJP കൂടുതൽ നിയമസഭകൾ കൈയടക്കിയാൽ ജനാധിപത്യത്തിന്റെ ഭാവി എന്തായിരിക്കും? കോൺഗ്രസിന് അതിൽ തെല്ലും ആശങ്കയില്ല. രാജ്യസഭയിൽ മേധാവിത്വം ഉറപ്പിക്കാനും ഭരണഘടനയെ തന്നെ മാറ്റാനുള്ള BJPയുടെ ലക്ഷ്യങ്ങൾക്ക് അരുനിൽക്കുകയല്ലേ കോൺഗ്രസ്? മതനിരപേക്ഷതയുടെ പക്ഷത്ത് നിൽക്കുന്ന ഇടതുപക്ഷത്തെ തോൽപ്പിക്കാൻ ഒളിഞ്ഞും തെളിഞ്ഞും വർഗീയ ശക്തികളുമായി സഖ്യമുണ്ടാക്കാൻ കോൺഗ്രസ് മടിച്ചിട്ടില്ല. അവരെ മതന്യൂനപക്ഷങ്ങളും ജനാധിപത്യവാദികളും മതനിരപേക്ഷതയിൽ ഉറച്ചു വിശ്വസിക്കുന്ന നാനാജാതി മതസ്ഥരും എങ്ങനെ വിശ്വസിക്കും? രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളികൾ സംഘപരിവാറിന്റെ വർഗീയ വാദവും അവരുടെ കോർപ്പറേറ്റ് പ്രീണന ഫെഡറൽ വിരുദ്ധ നയങ്ങളുമാണ്. ഇവയ്ക്കെല്ലാം എതിരെയുള്ള പോരാട്ടങ്ങളിൽ നിന്ന് മാറി നിൽക്കുകയും ഒളിച്ചോടുകയും ചെയ്യുന്ന കോൺഗ്രസിന്റെ സമീപനമാണ് ദേശീയ തലത്തിൽ BJPക്ക് ബദൽ ഉയർത്തുന്നതിനുള്ള ഏറ്റവും വലിയ തടസ്സം. പ്രാദേശിക കക്ഷികളുമായും ഇടതുപക്ഷവുമായും പല അഭിപ്രായ വ്യത്യാസങ്ങളും കോൺഗ്രസിനുണ്ടാകാം. പക്ഷേ കോൺഗ്രസിന് ഒരു സീറ്റ് പോലും നേടാൻ കഴിയാത്ത ഡൽഹി പോലുള്ള ഇടത്ത് ആം ആദ്മിയെ തോൽപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ മത്സരിച്ചത് BJPക്ക് അവർ ചെയ്ത ഏറ്റവും വലിയ സഹായമായി ചരിത്രം വിലയിരുത്തും. ത്രിപുര പോലെയുള്ള ഇടങ്ങളിൽ വർഗീയതയും വിദ്വേഷവും പ്രചരിപ്പിക്കുന്ന BJPക്കെതിരെ നിയമസഭയിൽ ഒരു സീറ്റ് പോലും ഇല്ലാതിരുന്ന കോൺഗ്രസിനോട് ഞങ്ങൾ സ്വീകരിച്ച സമീപനം ഇതല്ല. എന്നാൽ അവർക്ക് BJP അല്ല, ഇടതുപക്ഷമാണ് മുഖ്യശത്രു. ആ മുഖ്യശത്രുവിനെ തകർക്കാൻ BJPയുമായി ചേരുന്നതാണ് കോൺഗ്രസ് നയം. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ മാത്രമല്ല, നയങ്ങളിൽ പോലും വെള്ളം ചേർത്ത് കോൺഗ്രസ് വർഗീയതയുമായി സന്ധി ചെയ്യുകയാണ്. ഭൂരിപക്ഷ വർഗീയതക്കെതിരെയുള്ള എതിർപ്പ് ദുർബലപ്പെടുത്തുന്നതാണ് അവരുടെ നയം. ബാബരി മസ്ജിദിൽ ശിലാന്യായം അനുവദിച്ചതും അയോധ്യ പ്രശ്നത്തിൽ ശക്തമായ നിലപാടെടുത്ത VP സിംഗ് സർക്കാരിനെ BJPയുമായി കൂട്ടുചേർത്ത് 1991 താഴിറക്കിയതും കോൺഗ്രസ് ആണ്. 1992 സംഘപരിവാർ ബാബരി മസ്ജിദ് തകർത്തപ്പോൾ കേന്ദ്രത്തിൽ അധികാരത്തിലുണ്ടായിരുന്നിട്ടും അത് തടയാൻ ഒരു നടപടിയും സ്വീകരിക്കാതിരുന്നതും ഭൂരിപക്ഷ വർഗീയതയ്ക്ക് അടിയറവ് പറയുന്ന കോൺഗ്രസ് നയത്തിന്റെ ദൃഷ്ടാന്തങ്ങളാണ്. ഈ പശ്ചാത്തലമുള്ളവർ തങ്ങൾക്കാണ് BJPയെ തോൽപ്പിക്കാനുള്ള കെൽപ്പെന്ന് മേലിൽ പറയാതിരിക്കണം. ഉത്തരേന്ത്യയിൽ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ BJPക്കെതിരെ ശക്തമായ ഐക്യനിര കെട്ടിപ്പടുത്താൻ അവിടുത്തെ വലിയ പ്രാദേശിക പാർട്ടികളായ സമാജ്വാദി പാർട്ടിക്കും RJDക്കുമാണ് സാധിക്കുക. ഇന്നത്തെ സാഹചര്യത്തിൽ കോൺഗ്രസ് അവരോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കണം. അല്ലാതെ BJPയെ ചെറുക്കാൻ ഒറ്റയ്ക്ക് കഴിയുമെന്ന് പറഞ്ഞിരിക്കുന്നത് ആരെയാണ് സഹായിക്കുക എന്ന് അവർ തന്നെ ചിന്തിക്കട്ടെ. ദേശീയ രാഷ്ട്രീയ സാഹചര്യത്തിൽ മറ്റ് കക്ഷികളെ കൂടി ഉൾക്കൊള്ളുന്ന സമീപനം സ്വീകരിക്കാൻ തയ്യാറായില്ലെങ്കിൽ ഡൽഹിയിലെ അനുഭവം പല സ്ഥലങ്ങളിൽ ആവർത്തിക്കുന്നത് കണ്ട് കോൺഗ്രസിന് തകർന്നടിയേണ്ടി വരും. മതനിരപേക്ഷ ജനാധിപത്യ ഫെഡറൽ തത്വങ്ങൾ സംരക്ഷിക്കാൻ അഭിപ്രായ ഭിന്നതകൾ മാറ്റിവെച്ച് കഴിയുന്നത്ര ഐക്യം ഉണ്ടാകണമെന്നാണ് ഇടതുപക്ഷം ആഗ്രഹിക്കുന്നതെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. അദ്ദേഹം എഴുതിയിരിക്കുന്ന ലേഖനത്തിൽ പറയുന്നത് അവസാനിക്കുന്നില്ല ഇത് എന്ന് കൂടി അദ്ദേഹം പറയുന്നുണ്ട്. സത്യത്തിൽ കോൺഗ്രസ് ആണ് ഇവിടെ BJPയെ വളർത്തുന്നത് എന്ന് നമുക്ക് മൊത്തത്തിൽ പഠിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. അറിയാമല്ലോ, കോൺഗ്രസിന്റെ മുൻ മുഖ്യമന്ത്രിമാരൊക്കെ എവിടെയാണ്? BJPയിലാണ്. മുൻ MP മാർ എവിടെയാണ്? BJPയിലാണ്. MLA മാർ എവിടെയാണ്? BJPയിലാണ്. കോൺഗ്രസ് ഭരിച്ചിരുന്ന സംസ്ഥാനങ്ങൾ ആർക്കൊപ്പമാണ്? ഇപ്പോൾ BJPക്കൊപ്പമാണ്. ആ സംസ്ഥാനങ്ങളൊക്കെ ഇപ്പോൾ BJPയാണ് ഭരിക്കുന്നത്. കേരളം BJPക്ക് പിടിച്ചു കൊടുക്കാൻ ശ്രമം നടത്തുന്നുണ്ടെങ്കിലും ശക്തമായ നിലപാട് സംഘപരിവാറിനെതിരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എടുത്ത് മതനിരപേക്ഷ നിലപാട് ഉയർത്തിപ്പിടിച്ചിങ്ങനെ നിൽക്കുന്നത് കൊണ്ട് അത് മാത്രം ഇവിടെ നടക്കുന്നില്ല. എന്നിട്ടും നമ്മുടെ തൃശ്ശൂരിൽ BJPക്ക് ഒരു സീറ്റ് നമ്മുടെ UDF ഒപ്പിച്ചു കൊടുത്തു. RSS ശാഖയ്ക്ക് കാവൽ നിന്നിട്ടുണ്ടെന്ന് പറയുന്ന ഒരു KPCC പ്രസിഡന്റാണ് നമ്മുടെ കേരളത്തിന്റെ, അറിയാമല്ലോ, കോൺഗ്രസിന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത്. പ്രതിപക്ഷ നേതാവ് പറയുന്നു ഞാൻ ഗോൾവാക്കറിന്റെ പരിപാടിക്കൊക്കെ പങ്കെടുത്തിട്ടുള്ള ആളാണെന്ന്. അങ്ങനെ സംഘപരിവാറിനെ സുഖിപ്പിച്ചും സംഘപരിവാറിനൊപ്പം ചേർന്ന് നിന്നുകൊണ്ടും ഒക്കെ കോൺഗ്രസ് കാണിച്ചു കൂട്ടുന്ന കാട്ടിക്കൂട്ടുകൾ നമ്മൾ കാണുന്നുണ്ട്. ഒപ്പം SDP പോലുള്ള പാർട്ടികളുമായിട്ടുള്ള ചെങ്ങാത്തം, ഇതൊക്കെ നമ്മുടെ മുമ്പിൽ ഒരു തുറന്ന പുസ്തകമാണ്. BJPക്കെതിരെ എതിർത്ത് സംസാരിക്കുന്ന, BJPക്കെതിരെ നിൽക്കുന്ന എല്ലാ പാർട്ടികളെയും തകർക്കുന്നത് നിങ്ങളാണ്. ഇന്ത്യ സഖ്യത്തിലെ ഐക്യം പോലും ഇല്ലാതാക്കിയത് കോൺഗ്രസ് ആണ്. അതായത് സ്വന്തം മുന്നണിയിലെ പ്രധാനപ്പെട്ട പല കക്ഷികളുമായി മത്സരിച്ച് BJPക്ക് ഇടങ്ങൾ ഉണ്ടാക്കി കൊടുത്തത് കോൺഗ്രസ് ആണ്. അതുകൊണ്ട് കോൺഗ്രസിനോട് ഒന്നേ പറയാനുള്ളൂ, സഹായിച്ചില്ലെങ്കിലും ഉപദ്രവിക്കരുത്, സഖ്യങ്ങൾ തകർക്കരുത് എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്.